അതെ, മുഹമ്മദ് ഷിയാസ്, എറണാകുളത്തെ കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ മത്സരിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. നേരത്തെ കളമശ്ശേരിയിലായിരുന്നു അത്തരം ആലോചനകൾ നടന്നിരുന്നത്. കൊച്ചി മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ആലോചന. കളമശ്ശേരി, കൊച്ചി മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറാനുള്ള കോൺഗ്രസിൻ്റെ നിർദ്ദേശം, ആ പ്രപ്പോസൽ പൂർണ്ണമായും ലീഗ് നേതൃത്വം തള്ളിക്കഴിഞ്ഞു. ഷിയാസിനെ കളമശ്ശേരിയിൽ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസിൻ്റെ നീക്കം ഇതോടെ നടക്കാതെ പോവുകയാണ്. മണ്ഡലത്തിൽ, അതായത് കൊച്ചി മണ്ഡലത്തിൽ മുൻതൂക്കമുള്ള ലത്തീൻ സഭയുമായി കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ചർച്ച നടത്താനാണ് നീക്കം. കാരണം ലത്തീൻ സഭയുടെ നിലപാട് നിർണായകമാണ്. സ്വന്തം സഭയിൽ നിന്ന് ഉള്ള ആളെന്ന് മാത്രമല്ല, കൊച്ചി രൂപതക്കാരൻ തന്നെ അവിടെ മത്സരിക്കണമെന്ന നിലപാടാണ് ലത്തീൻ രൂപത പൊതുവിൽ കൊച്ചിയുടെ കാര്യത്തിലെടുത്ത നിലപാട്. അതുകൊണ്ട് തന്നെ അവിടെ മുഹമ്മദ് ഷിയാസ് മത്സരിക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ സാധ്യതകളെ ബാധിക്കുമോ എന്ന പ്രശ്നം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നീക്കം. 2021 കണക്ക് പ്രകാരം അതിൽ വലിയൊരു മജോറിറ്റി കൊച്ചിയിൽ സ്വാഭാവികമായും അവിടെ ലത്തീൻ സഭയ്ക്കുണ്ട് താനും. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ജനസംഖ്യാ കണക്കെടുപ്പിൽ ഉള്ള ആ സാഹചര്യം മറികടക്കാൻ കോൺഗ്രസിന് എങ്ങനെ കഴിയുമെന്ന വെല്ലുവിളിയാണ്. മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയാകുമോ, എങ്ങനെ നമുക്ക് പരിശോധിക്കാം. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും. ഡാനി, കൊച്ചിയുടെ രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിൻ്റെ ഒരു ശക്തി മണ്ഡലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി KJ മാക്സിയിലൂടെ അത് CPMൻ്റെ കയ്യിലാണ്, ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് ആ സീറ്റ്. ഡൊമിനിക് പ്രസൻറ്റേഷനെ പോലെയുള്ള പഴയ ആളുകൾ മറികടന്നുകൊണ്ട് മുഹമ്മദ് ഷിയാസിനെ കളത്തിലിറക്കുക എത്ര കണ്ട് എളുപ്പമാണ്. ഷിയാസിന് എങ്ങനെയെങ്കിലും ഒരു മണ്ഡലം കണ്ടെത്തണമെന്ന തോന്നലിലാണോ കൊച്ചി എന്ന ഒരു പരിഗണനയിലേക്ക് ആലോചനകൾ നടക്കുന്നത്? സജിത്ത് അവസാനം സൂചിപ്പിച്ചതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഷിയാസിന് ഒരു മണ്ഡലം കണ്ടെത്തി ഇത്തവണ തന്നെ നൽകുക എന്ന ഒരു നീക്കം കോൺഗ്രസിനുണ്ട്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഏറ്റവും അടുത്ത ഒരാളാണ്, മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നെല്ലാം തന്നെ പറയാവുന്ന ഒരാളാണ്, DCC അധ്യക്ഷനാണ്. ഇതിന് ഈ അത്തരം വിശേഷങ്ങളപ്പുറം DCCക്ക് വളരെ കൃത്യമായ രീതിയിലൊരു നേതൃത്വം നൽകാൻ, ഒരു ഉണർവ് നൽകാനെല്ലാം തന്നെ മുഹമ്മദ് ഷിയാസിന് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ വളരെ പ്രത്യേകിച്ച് അത് എടുത്ത് പറയേണ്ടതുമാണ്. പല സമരങ്ങൾക്കും എല്ലാം തന്നെ അദ്ദേഹം നെടുനായകത്വം വഹിക്കുകയും അദ്ദേഹത്തിന് ഈ ജില്ലയിലെ പ്രവർത്തകരെ ഒരുമിച്ച് കൊണ്ടുപോകാനെല്ലാം തന്നെ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ സംസ്ഥാനത്തെ DCC അധ്യക്ഷന്മാരിൽ ആദ്യ പേരുകളിലെല്ലാം തന്നെ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരാളുമാണ് ഷിയാസ്, അതിലൊന്നൊരു സംശയവുമില്ല. പക്ഷേ ഷിയാസിന് ഒരു മണ്ഡലം കണ്ടെത്തി കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ നോക്കി വെച്ചൊരു സ്ഥലമായിരുന്നു കളമശ്ശേരി എന്നത്. കളമശ്ശേരിയിൽ ഇപ്പോൾ മന്ത്രിയായ P രാജീവിനെ എതിരിടുക എന്നത് തന്നെയായിരുന്നു ഷിയാസിന് നൽകിയൊരു നിർദ്ദേശവും നീക്കവുമെല്ലാം. പക്ഷേ അവിടെ അതിൻ്റെ ഒരു മുനയൊടിഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ ഒരു കടുംപിടുത്തമാണ്. ലീഗിന് ആണ് ഇപ്പോൾ നാളുകളായിട്ട്, കഴിഞ്ഞ ടൈമുകളായിട്ട് മത്സരിക്കുന്നത്. VK ഇബ്രാഹിം കുഞ്ഞായിരുന്നു അവിടെ നിന്ന് ജയിച്ചിരുന്നത്. പിന്നീട് P രാജീവ് അതിന് തടയിട്ടു. അദ്ദേഹത്തെ, ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ എതിർ സ്ഥാനാർത്ഥിയായി വന്നു. അദ്ദേഹത്തെ തോൽപ്പിച്ചാണ് രാജീവ് നിയമസഭയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇക്കുറിയും അവിടെ ലീഗിന് തന്നെ ആ സ്ഥാനം വേണം, തങ്ങൾക്ക് തന്നെ ആ സീറ്റ് വേണമെന്ന രീതിയിൽ തന്നെയാണ് ലീഗ് നിലകൊള്ളുന്നത്. ഇത് വെച്ചുമാറാനുള്ള ഒരു നിർദ്ദേശവും എല്ലാം തന്നെ വന്നു. അതിൽ ചില മണ്ഡലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചി ഉൾപ്പെടെ, പെരുമ്പാവൂർ ഉൾപ്പെടെ അത്തരം ചില ചർച്ചകൾ നടന്നുവെങ്കിലും ലീഗ് ഒരു രീതിയിലും അത് വഴങ്ങിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഷിയാസിനൊരു മണ്ഡലം കണ്ടെത്തുക എന്ന രീതിയിലേക്ക് പോവുകയും മുഹമ്മദ് ഷിയാസിനെ കൊച്ചിയിലേക്ക് മത്സരിപ്പിക്കാനുള്ളൊരു നീക്കത്തിലേക്ക്, ഏതാണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് നീങ്ങുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യപടിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമെന്ന് പറയുന്നത് അവിടെയുള്ള ലത്തീൻ സഭയുടെ ഒരു നിലപാടാണ്. ലത്തീൻ സഭയ്ക്ക് കൊച്ചി രൂപതയ്ക്കകത്തു നിന്ന് തന്നെ വേണമെന്ന നിർദ്ദേശവും എല്ലാം തന്നെ ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വേണമെന്നൊരു നിർദ്ദേശം UDFിനോട് ലത്തീൻ സഭ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഷിയാസിന് അത് ഒരു വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. കാരണം അവിടെ ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടുകളാണ് ലത്തീൻ സഭയ്ക്കുള്ളത്. ആലപ്പുഴ രൂപതയും കൊച്ചി രൂപതയും എല്ലാം ഉൾപ്പെടുന്നതാണ് കൊച്ചി മണ്ഡലം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മെജോറിറ്റിയിൽ നിന്നുകൊണ്ടാണ് ലത്തീൻ സഭ സംസാരിക്കുന്നത്, സ്വരം ഘടിപ്പിക്കുന്നത്. ആ സ്വരം ഘടിപ്പിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം കഴിഞ്ഞ 2 തവണ അവിടെ പരാജയത്തിൻ്റെ രുചി അറിഞ്ഞതാണ് UDF, കോൺഗ്രസ് നേതൃത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് അങ്ങനെ എളുപ്പത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ബദൽ ഫോർമുല അവതരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ പ്രായോഗികമായിട്ട് മുന്നിലുള്ളത്. സഭ ഒപ്പം നിൽക്കും എന്ന ഒരു ഉറപ്പ് കൂടി വേണം. പക്ഷേ അതത്രത്തോളം ഒരു പ്രായോഗികതയും ആ വിഷയമുണ്ട്. കാരണം KJ മാക്സി അവിടെ
വളരെ സ്വാധീനമുള്ളൊരു നേതാവ് തന്നെയാണ്. അപ്പോൾ ഇത്തരം വൈതരണികളെല്ലാം തന്നെ കോൺഗ്രസ് മറികടക്കേണ്ടതുണ്ട്. അവിടെ നിലവിലുള്ള ഒരു കോൺഗ്രസ് വോട്ടുകളെല്ലാം തന്നെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ജില്ലാ അധ്യക്ഷൻ വരുമ്പോൾ കുറച്ചുകൂടി ഉത്സാഹമായി അവിടെ ഇത് ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം, KJ മാക്സി എതിരിടാം എന്നതെല്ലാം തന്നെയാണ് കണക്കുകൂട്ടലെങ്കിലും അവിടെ ലത്തീൻ സഭയുടെ സ്വാധീനം വളരെ നിർണായകമാണ്. അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു മണ്ഡലം, കാരണം നിലവിൽ എറണാകുളത്ത് ലത്തീൻ സഭയെ ലത്തീൻ സ്ഥാനാർത്ഥികൾ തന്നെയാണ് മുന്നണികൾ പരിഗണിക്കുന്നത്. അപ്പോൾ മറ്റ് ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് ഏതെങ്കിലും ചർച്ചകൾ നടത്തുക, സഭയെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തുക എന്നതാണ് ഷിയാസിനെ അവിടെ കളത്തിലിറക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രഥമ പരിഗണന മുഹമ്മദ് ഷിയാസിന് തന്നെ നൽകിക്കൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. നേരത്തെ ചില പേരുകളടക്കം അവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട്. കാരണം നേരത്തെ സ്ഥാനാർത്ഥിയായിരുന്ന കൊച്ചി മേയറായിരുന്ന ടോണി ചമ്മണിയുടെ പേര് അവിടെ പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൗൺസിലറായ ഹെൻറി ഓസിൻ്റെ പേരും മുൻ കോർപ്പറേഷനകത്തെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ആൻ്റണി കുര്യത്തറയുടെ പേരുമടക്കം പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുകളിലേക്കാണ് ഇപ്പോൾ ഷിയാസിൻ്റെ പേര് വന്നിരിക്കുന്നത്. ഷിയാസിന് അവിടെ കളമൊരുക്കുക, ഷിയാസിനെ മത്സരിപ്പിക്കുമ്പോൾ സഭയെ അനുനയിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ള ഒരു നീക്കം എന്നതെല്ലാം തന്നെ പറയുന്നത്. ഏതായാലും അത്തരം നീക്കങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലവിലുള്ള ഒരു തീരുമാനമെന്നതാണ് മനസ്സിലാക്കുന്നത്. മുൻ MLA ആയിരുന്ന ഡൊമിനിക് പ്രസൻറ്റേഷൻ്റെ പേര് അവിടെ ആദ്യഘട്ടത്തിൽ പരിഗണനയിലേക്ക് വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ മുഹമ്മദ് ഷിയാസിന് ഒരിടം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് കൊച്ചി മണ്ഡലമാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ ഉള്ളൊരു പോംവഴി. മറ്റു മണ്ഡലങ്ങൾ നിലവിൽ ഒരു സാധ്യത ചർച്ചകളിലേക്ക് വരുന്നില്ല എന്നതാണ്. മറ്റിടങ്ങളിൽ കൃത്യമായൊരു സ്ലോട്ട് കണ്ടെത്തി കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എന്ന വിഷയം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുണ്ട്. ജില്ലാ അധ്യക്ഷൻ മത്സരിക്കുമ്പോൾ അതൊരു ഡു ഓർ ഡൈ ഗെയിമിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് ആണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ അധ്യക്ഷനെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം മുന്നിലുള്ള ഒരു വികാരം തന്നെയാണ്. ആ വികാരത്തിന് ഒപ്പം നിർത്തിക്കൊണ്ട് മത്സരത്തിലേക്ക് വരികയും ഒപ്പം സഭാ നേതൃത്വത്തെ എല്ലാം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഒപ്പം നിർത്തുക, കാര്യങ്ങളിലേക്ക് അവരെ കൂടി അടുപ്പിക്കുക എന്നതെല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നുണ്ട്. എന്തായാലും ഷിയാസ് കൂടുതൽ സാധ്യത ഇപ്പോഴുള്ളത് കൊച്ചിയിലേക്ക് തന്നെ മാറുക അല്ലെങ്കിൽ കൊച്ചിയിൽ മത്സരിക്കുക എന്നത് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സജിത്ത്. യെസ്, എന്തായാലും കൊച്ചി മുഹമ്മദ് ഷിയാസിൻ്റെ സാധ്യത ഇനി കൊച്ചിയിലാണ്. കാരണം പെരുമ്പാവൂർ പോലെയുള്ള സാധ്യതകൾ തേടിയെങ്കിലും അതും നടക്കാത്ത സാഹചര്യത്തിലാണ് അത്തരമൊരു പരിഗണനയിലേക്ക് പോകുന്നത്. ഡാനി ഒന്ന് തുടരുക, നമുക്ക് കൊച്ചിയുടെ രാഷ്ട്രീയം കൂടി പരിശോധിക്കാം. നോക്കൂ, 2021 കണക്ക് പ്രകാരം ആകെയുള്ള 1,71,000 പരം വോട്ടിൽ 94,000 വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകളാണ് എന്നതാണ് ഒരു അനൗദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത്. അതായത് ലത്തീൻ സഭയുടെ ഭാഗമായ കൊച്ചി, ആലപ്പുഴ രൂപതകൾക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. മുസ്ലിം സമുദായത്തിന് 42,000 പരം വോട്ടുകൾ, ഹിന്ദു സമുദായത്തിനും ഏറെക്കുറെ അത്രയും വോട്ടുകളുണ്ട്. അതായത് ആ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകൾ തന്നെയാണ്. അതിൽ ലത്തീൻ സഭയ്ക്ക് തന്നെയാണ് കൂടുതൽ സ്വാധീനം എന്നത് തന്നെയാണ് അവിടുത്തെ ഒരു സാഹചര്യം. ഈ മുസ്ലിം വോട്ടുകളും ഫോർട്ട് കൊച്ചിയൊക്കെ ഉൾപ്പെടുന്ന മേഖലയാണ്. അപ്പം മുസ്ലിം വോട്ടുകളും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും അവിടെ നിർണായകമാണ്, വലിയ ഫാക്ടർ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഏറ്റവും മജോറിറ്റി അവിടെ ഉണ്ടാക്കുന്ന ഒരു സഭ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് കമ്മ്യൂണിറ്റി എന്നത് അത് ലത്തീൻ സഭ തന്നെയാണ് എന്നതാണ്. കഴിഞ്ഞ 2 തവണകളായി CPMൻ്റെ KJ മാക്സിയാണ് ആ മണ്ഡലത്തിൻ്റെ MLA എന്ന പ്രത്യേകതയുണ്ട്. ആദ്യ തവണ 1500 വോട്ടിനായിരുന്നു ഡൊമിനിക് പ്രസൻറ്റേഷനെ തോൽപ്പിച്ചത്. പക്ഷേ രണ്ടാം തവണ ടോണി ചമ്മണിയെ പരാജയപ്പെടുത്തിയത് 7,000 പരം വോട്ടുകളാണ്. 2 തവണയും സഭയുടെ നിലപാടുകളാണ് നിർണായകമായത്. അപ്പോൾ ഇത്തവണയും കോൺഗ്രസിനുണ്ടാക്കുന്ന വെല്ലുവിളി അതുതന്നെയായിരിക്കും. ലത്തീൻ സഭ പിന്തുണയ്ക്കാത്ത സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയാൽ മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു ഫലം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ്. പ്രത്യേകിച്ച് സഭയുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ കോൺഗ്രസിന് ഏറെ കരുതലുള്ള ഒരു കാലഘട്ടത്തിൽ കൂടി അത് പ്രസക്തമാണ്. ഡാനി തുടരുന്നുണ്ട്. ഡാനി, ഒരു കാര്യം കൂടി, കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ ലത്തീൻ സഭയുടെ ഇടപെടലുകളുണ്ടായി എന്ന ആക്ഷേപം നിലവിലുണ്ട്. കോൺഗ്രസിന് അതിന് വഴങ്ങിക്കൊടുത്തു എന്ന ഒരു ആക്ഷേപമുണ്ട്. ഇതിനിടയിൽ കൊച്ചി നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും അത്തരമൊരു ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ അത് കോൺഗ്രസ് ഉണ്ടാക്കുന്ന ഒരു ക്ഷീണം ഒന്നാമത്തെ വിഷയം. 2, അങ്ങനെ വഴങ്ങിക്കൊടുത്ത ഒരു DCC അധ്യക്ഷന് പോലും സീറ്റ് കണ്ടെത്താൻ ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വിധേയമാവേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് മറികടന്നുകൊണ്ട് കോൺഗ്രസ് ഒരു നീക്കം നടത്തിയാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ തിരിച്ചടി 2 പ്രതിസന്ധികളും UDFന് മുന്നിൽ ഉണ്ടാകുമോ? സജിത്ത്, അതൊരു വിഷയം തന്നെയാണ്. കാരണം നിലവിൽ
സഭയുടെ വളരെ വലിയൊരു ഇടപെടൽ മേയർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് മേയർ തന്നെ പരസ്യമായി ഒരു പൊതുവേദിയിൽ സമ്മതിക്കുകയായിരുന്നു. മേയർ തന്നെ പറഞ്ഞു സഭയാണ് തനിക്ക് മേയർ സ്ഥാനം വാങ്ങിച്ചു തന്നത് എന്ന രീതിയിലെല്ലാം തന്നെ ഒരു പൊതുപ്രഖ്യാപനം നടത്തുന്നത് പോലെ ഒരു അറിയിപ്പ് എന്ന പോലെ തന്നെ അവർ സഭയുടേതായ ഒരു അനുമോദന യോഗത്തിലെല്ലാം തന്നെ വിളിച്ചു പറയേണ്ടി വന്നത് കോൺഗ്രസിനെ കുറച്ചൊന്നുമല്ല വിഷമിപ്പിച്ചത്, അതിനേക്കാളേറെ ക്ഷീണിപ്പിച്ചത്. കാരണം ഈ രീതിയിലെല്ലാം തന്നെ ഇടപെടുന്ന രീതിയിലേക്ക് സഭ മാറുന്നു എന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നത് മറ്റ് ഇതര സമുദായ സംഘടനകൾ ചെയ്യുന്നത് പോലെ തന്നെ ലത്തീൻ സഭയും അവരുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഭാവം നിലവിലുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഇത് അവർ ചോദിച്ചു വാങ്ങുന്ന രീതിയിലേക്കെല്ലാം ശൈലി മാറുന്നു എന്നതാണ്. ശൈലി മാറ്റം ഈ അടുത്തിടെയായിട്ട് നമ്മൾ കാണുന്നുമുണ്ട്. സ്വരങ്ങളിലെല്ലാം തന്നെ അവരുടെ നേതാക്കളുടെ ശബ്ദങ്ങളിലെല്ലാം മാറ്റം വരുന്നുണ്ട്. എന്തായാലും ഈ രീതിയിൽ കൊച്ചി മേയർ സ്ഥാനം അടക്കം ഉറപ്പിക്കുന്നു. ഒപ്പം തന്നെയും എറണാകുളത്ത് മത്സരിക്കുന്നത് അത് ഒരുപക്ഷെ CPM ആണെങ്കിൽ കൂടിയും അത് ഒരു ലത്തീൻ സമുദായ അംഗത്തെ തന്നെ മത്സരിപ്പിക്കാനായിട്ട് കൃത്യമായ രീതിയിൽ തന്നെ അവരത് കരുക്കൾ നിൽക്കാറുണ്ട്. കാരണം ഈ സഭയെ വിഷമിപ്പിക്കാതെ ഒപ്പം നിർത്തുക എന്ന ഒരു തന്ത്രം അതെല്ലാം തന്നെ ചില കാലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും വിജയിക്കാറില്ല. കാരണം UDFിനോട് ചേർന്ന് തന്നെയാണ് സഭാ വോട്ടുകൾ കൂടുതൽ പോകുന്നത്. ഇപ്പോൾ കൊച്ചിയിലും അത് ആവശ്യപ്പെടുന്നു എന്നത് പറയുന്നു. അതുമാത്രവുമല്ല, കൊച്ചി രൂപതയ്ക്കകത്തുനിന്ന് തന്നെ വേണമെന്ന ഒരു നിർബന്ധ ബുദ്ധി കൂടി ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ളൊരു ശീലങ്ങളിലേക്ക് വഴക്കങ്ങളിലേക്ക് വീണു പോകുമോ എന്നതാണ് ഇത് ഒരു പൊതുവായി വരുന്ന ചോദ്യം. കോൺഗ്രസിന് അങ്ങനെ കൂടി സമ്മതിക്കേണ്ടി വരികയാണെങ്കിൽ അത് തികച്ചും പരിമിതമായ ഒരു ആളുകളിലേക്ക് ചർച്ചകളിലേക്കെല്ലാം തന്നെ ഒതുങ്ങും. ആ രീതിയിലേക്കൊരു തെരഞ്ഞെടുപ്പിനെ മാറ്റി ചിന്തിക്കണോ എന്നതാണ് കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്ന ചോദ്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു തവണ അതൊരു ബ്രേക്ക് ചെയ്ത് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ചില അതിരൂപത നേതൃത്വവുമായെല്ലാം തന്നെ നടത്തുന്നുണ്ട്. കാരണം പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥി അവിടേക്ക് വരുന്നു എന്നതും ഈ ഒരു വിശാലാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിനെ കാണുക എന്നതെല്ലാം തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. കാരണം കോൺഗ്രസ് ആ രീതിയിലേക്ക് പോവുകയാണ്. കോൺഗ്രസിനത് മറ്റിടങ്ങളിൽ ചിലപ്പോൾ ക്ഷീണം ചെയ്യും, ചിലപ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയും എല്ലാം തന്നെ ചെയ്യും. പ്രവർത്തകർക്ക് അപ്പുറം കേൾക്കുന്നത് ഈ രീതിയിലുള്ള സമുദായ രീതിയിലുള്ള ആളുകളുടെ നിർദ്ദേശമാണ് പ്രവർത്തകരെക്കാളും അധികം കേൾക്കുന്നതെന്നെല്ലാം തന്നെ പറയുമ്പോൾ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത്തവണ വിജയിച്ചേ അടങ്ങൂ എന്ന രീതിയിൽ തന്നെ പോകുമ്പോൾ പല ഫോർമുലകളും പരീക്ഷിക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജാതീയ സാമുദായിക സമവാക്യങ്ങൾക്ക് അത് തികച്ചും അത്തരം ചേരുവകൾ കൂടി അതിൻ്റെ ഒരു ഉരകല്ലായി തവണത്തെ തെരഞ്ഞെടുപ്പ് മാറും. ഒരുപക്ഷെ കൊച്ചിയിലും അത്തരം ഫോർമുലകൾ തന്നെയായിരിക്കും പരീക്ഷിക്കപ്പെടുക. സജിത, ശരി, അതാണ് സാഹചര്യം. എന്തായാലും ഡാനി സൂചിപ്പിച്ചതുപോലെ ഈ കൊച്ചിയുടെ രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണ്. അവിടെ ഇത്തവണ കൊച്ചി പിടിച്ചെടുക്കാൻ മുഹമ്മദ് ഷിയാസ് എന്ന സ്ഥാനാർത്ഥിയെ കളത്തിറക്കാൻ കോൺഗ്രസ് കരുതുമ്പോൾ അവർക്ക് സാമുദായിക സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇതിനെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പോരിന് കളമൊരുങ്ങുമോ കൊച്ചി? കാത്തിരുന്ന് കാണാം.